പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഒരു വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. പുതിയ വർഷത്തിൽ കടക്കുന്ന ഞങ്ങളുടെ ഈ ഇടവകയെ, അതിൻ്റെ ചുക്കാൻ വഹിക്കുന്ന വൈദിക ശ്രേഷ്ഠനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും നിൻ്റെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഒരുമിച്ച് കൂട്ടായ്മയായി ഈ 2-3 ദിവസം ഞങ്ങൾ കൺവെൻഷൻ ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ പകരണമേ. നീ എന്താഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമേ. വചനം നീ ഞങ്ങൾക്ക് നൽകുന്നതാണ്, വാക്കുകൾ ഞങ്ങൾക്ക് പകരുന്നത് നീയാണ്. ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മാവിൻ്റെ കൃപ തന്ന് ഓരോ വചസ്സുകൾ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ടി ആയിരിക്കാൻ ഇടയാക്കണമേ. അവിടുത്തെ കരുണയിൽ കാക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, ബലപ്പെടുത്തി താങ്ങണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ചിലരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, അല്ല അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ അടുക്കും. ഈ ഷെറിനച്ഛനെ എനിക്കങ്ങനെ വലിയ പരിചയമില്ല. എന്നാൽ അച്ഛൻ്റെ സഹോദരൻ എന്നോടൊപ്പം 2 വർഷം ഉണ്ടായിരുന്നു. ആ അച്ഛൻ ടോംസ് നൈനാൻ അച്ഛൻ്റെ സകല ഗുണങ്ങൾ ഈ അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഒരാളിനോട് ഇടപെട്ടാൽ ചിലരോട് നമ്മൾ അകലാൻ തോന്നും, നമുക്ക് ചിലരോട് ഏറെ അടുക്കാൻ തോന്നും. നിങ്ങൾക്ക് എന്ത് തോന്നി ഈ അച്ഛനെ കുറിച്ച്? അടുക്കാൻ തോന്നും. അത്ര അടുത്തില്ലെങ്കിൽ പോലും ഈ വൈകുന്നേരം വന്ന ശേഷം 2 മണിക്കൂർ അച്ഛനോട് ചെലവഴിച്ചപ്പോൾ അച്ഛനിൽ ലഭിച്ച ചിന്തകൾ, ലിനു കൊച്ചുമയിൽ നിന്ന് ലഭിച്ച ചിന്തകൾ, അമ്മു അപ്പു അല്ലുവിൽ നിന്ന് ലഭിച്ച ചിന്തകൾ എന്നെ നന്നായി ഹഠാത് ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു. ദർ ഇസ് നോ ആക്സിഡൻസ് ഇൻ ലൈഫ്. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛൻ ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികനല്ല, ഒരുത്തനെ ഇളക്കാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ വിളിക്കല്ലേ. പക്ഷേ ദർ ഈസ് നോ ആക്സിഡൻസ് ഇൻ ലൈഫ്. ദൈവം ഞാനായിരിക്കണം ഇവിടെ ഈ ദിവസം പങ്കിടണമെന്നും നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിക്കണമെന്നും അതിന് മുഖാന്തരം ഒരുക്കിയ നിങ്ങളുടെ എല്ലാ ഭാരവാഹികളെയും, ഔദ്യോഗിക നന്മകളെയും, കൈസാ സമിതി അംഗങ്ങളെയും കുടുംബങ്ങളെയും, പ്രാർത്ഥിച്ച ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും, സ്വാഗതമായി പറഞ്ഞ നല്ല വാക്കുകൾക്ക്. ഇന്നലെ വീട്ടിൽ ആരുമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അവരെല്ലാം ചില കാരണങ്ങളാൽ പോയി. രാത്രി തന്നെ ചെലവഴിച്ചു. ആദ്യമായിട്ട് ജന്മദിനം തന്നെ വീട്ടിൽ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളോടൊപ്പം ആചരിപ്പാൻ ദൈവം ഇടയാക്കി. ഇത്രയും പേരുടെ ആശംസ എനിക്ക് ലഭിച്ചു, അതിനേക്കാട്ടിലും പ്രാർത്ഥന ലഭിച്ചു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വാഗതമായി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് ബഹുമാനുള്ള അച്ഛനോട് ഉള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ഗായക സംഘം ആ ഒരു ചിന്തയിൽ പാടിയ നന്മകളെ ഓർത്തുകൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പുനുസക്കൾ അങ്കിൾ പ്രാർത്ഥിച്ചപ്പോഴേ, ദൈവമേ, പത്രോസ് നൽകിയ അനുഗ്രഹങ്ങൾ ഈ അച്ഛന് പകരണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. 3000 പേരെ മാറ്റിയ ആ അനുഗ്രഹങ്ങൾ. അപ്പം ഞാൻ മനസ്സ് വായിച്ചു, ദൈവമേ വേണ്ട, അത്രയും പേര് വേണ്ട. ഐ നോ ഫോർ ഷ്യൂർ 1 മണിക്കൂർ ഞാൻ ചിന്തകൾ പകരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 8 മിനിറ്റ് അറ്റൻഷൻ സ്പാൻ. ഇപ്പം നിങ്ങൾക്കോ 4 മിനിറ്റ്. അതിനപ്പുറം ആർക്കും അറ്റൻഷൻ സ്പാൻ ഇല്ല. ഇപ്പം തന്നെ അടുക്കളയിൽ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാളത്തെ പ്രോജക്റ്റ് എന്ത് ചെയ്യണം, ഞായറാഴ്ച എന്ത് ചെയ്യണം, തിങ്കളാഴ്ച എന്തെല്ലാം ഈ ആഴ്ച ചെയ്യണമെന്ന് മൈൻഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഈ 1 മണിക്കൂർ നിങ്ങളുടെ മനസ്സ് എവിടെല്ലാം പോയിക്കോട്ടെ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നിങ്ങളും ഇവിടെ വന്നിരിക്കുന്ന യാദൃച്ഛികമായി, യു ആർ നോട്ട് ഓൾസോ ആൻ ആക്സിഡൻറ്റ്. നിങ്ങൾക്കും എന്തെങ്കിലും ലഭിക്കണം. എൻ്റെ ഒരു പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ദൈവമേ, ഇത്രയും പറയുന്ന കൂട്ടത്തിൽ സംതിങ് ഷുഡ് സ്ട്രൈക്ക് യു, സംതിങ് ഷുഡ് ഹിറ്റ് യു അറ്റ് യുവർ റോക്ക് ബോട്ടം. അത് മനസ്സിൽ എടുത്തുകൊണ്ട് പോകാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റീകിൻഡിലാണ് എൻ്റെ വിഷയം.
റെലവൻസ് ഓഫ് ഫെയ്ത്ത് ഇൻ ടുഡേയ്സ് കോണ്ടെക്സ്റ്റ് ആണ് എന്നത് വിഷയം. അതിന് എടുത്തിരിക്കുന്ന ആധാരം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 34-35 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാട്ടില് മാന് പ്രസവിക്കാൻ പോയി. ഈ കാട്ടിൽ മാന് പ്രസവിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാട്ടിൽ തീ ഉണ്ടാകുന്നു. ഈ കാട്ടിൽ തീ ഉണ്ടാകുന്ന സമയത്ത് ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കാട്ടിൽ നിന്ന് മാൻ മുന്നോട്ട് ഓടുന്നു. മുന്നേ കടലാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു വേട്ടക്കാരന് അമ്പും വില്ലുമായിട്ട് തന്നെ കൊല്ലാൻ കാത്തിരിക്കുക. അപ്പുറത്ത് നോക്കുമ്പോൾ സിംഹം പൊതിഞ്ഞ് കൊല്ലാൻ കാത്തിരിക്കുക. 4 വശവും പ്രതിസന്ധി. അച്ഛൻ്റെ 3 പാട്ടും പ്രതിസന്ധികളുടെ പാട്ടാണ്. എന്തിനാണാവോ ഈ പ്രതിസന്ധിയുടെ പാട്ട്? Why should we speak about crisis? Even faith is in a crisis. പ്രതിസന്ധി ഇല്ലാത്ത ലോകത്തിൽ അല്ല നമ്മൾ. ഞാനിത് പറയാൻ ഉള്ള 2-3 പ്രൊമൈസസ് ഉണ്ട്. 2-3 പ്രൊമൈസസിൽ ഒന്ന് ജോൺ മെക്കാർത്തർ പറയുന്ന, നോർത്ത് കരോലൈനക്കാരനാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ്, The churches today are starving for spirituality and are overdosed with entertainment. I repeat, the churches are starving for spirituality and are overdosed with entertainment. അദ്ദേഹം പറയാനുള്ള കാരണം 2022 സെൻസസ് എടുത്തപ്പോൾ 40% യുവാക്കൾ. ആ 40%-ൽ 35% നോൺ റിലീജിയസായി മാറുക. 35% നോൺ റിലീജിയസായി മാറുമ്പോൾ പള്ളികളിൽ ഇപ്പോൾ 10-ൽ 6 പേരെ പ്രായമുള്ളവരുണ്ട്. UK, US മറ്റെല്ലാ രാജ്യങ്ങളിലും ക്രിസ്തീയ അനുഭവം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്തൊരു വാചകമാണ്, Why is it that people are not believing in Christ or they are not wanting to follow Christianity? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, Somehow the earlier generation cannot walk the talk. പറയുന്നത് പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഇന്ന് കാണുന്ന അമേരിക്കയിലെ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന ഗാർബിൽ കാണുന്ന സൈറ്റനിക് അനുഭവങ്ങൾ ഇംഗ്ലീഷ് ചർച്ചസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇത് നന്നായി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, സൂപ്പർഫിഷ്യാലിറ്റി ഒത്തിരി എങ്ങായി. കംഫർട്ട് സോൺ വിട്ട് ആർക്കും പോകാൻ താല്പര്യമില്ല. കംഫർട്ട് സോണിനകത്ത് എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് മാത്രം ആരാധന നടത്തിയാൽ മതി, എനിക്കിഷ്ടം പോലെ ഞാൻ ആരാധനയിൽ വരും എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ കരയുന്നത്. ഒരു പ്രൊമൈസസ്. 2, പൊളിറ്റിക്കൽ റിലീജിയസ് ഇസ്ലാമൈസേഷൻ. UK, US, ഇന്ത്യ ഇതെല്ലായിടത്തും മുസ്ലിം പവർ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം മുസ്ലിം ഒരു മുള്ള പറഞ്ഞു, We will rule over the world. Jesus is only a prophet. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജർമ്മനിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം അവരിതിനെ എതിർക്കാൻ നോക്കുക. എന്നിട്ട് അവർ പറയുന്നത്, മുസ്ലിംസ് പറയുന്നത്, Give us the right. We've been here. ഞങ്ങൾക്ക് അധികാരം തരണം എന്ന് താല്പര്യപ്പെടുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമൈസേഷൻ നടക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ വിചാരിക്കും സുഖമായി ക്രിസ്തീയ ജീവിതം നടന്നുകൊണ്ടിരിക്കും, മാർത്തോമാ സഭ ഇങ്ങനെ ആരാധന സുഖമായിട്ട് നടത്തും, യാതൊരു ബുദ്ധിമുട്ടില്ലായിരിക്കും. ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ സാഹിത്യകാരൻ, ഹിസ്റ്റോറിയൻസ് പറയുന്നത്, മോസ്റ്റ് ലൈക്ലി ആഫ്റ്റർ 30 years there won't be any Christianity in India. That which was very strong, Lebanon was Christian country. ഇന്ന് ഏറ്റവും കൂടുതൽ പവർഫുൾ മുസ്ലിമാണ്. എന്ത് എന്ന് ഉള്ള ചോദ്യമാണ് അവിടെ ഉണ്ടാവുക.
അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ ക്രിസ്ത്യത്വം പോകുമ്പോൾ ആദ്യം പോകുന്നത് മാർത്തോമാക്കാരാണെന്ന അവിടുത്തെ വാദം കേരളത്തിൽ. യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിഷപ്പ് അത്തനേഷ്യസ് സ്നൈഡറിനോട്, അദ്ദേഹം അവിടുത്തെ എപ്പിസ്കോലിയൻ ബിഷപ്പാണ്, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പ്രശ്നമാണ്. വി ന്യൂ ഇറ്റ്. ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്ന ആര്? BJP ആണ്. 30 വർഷം മുമ്പ് തുടങ്ങിയത് അവരുടെ അടി ഒഴുക്ക്. റൈറ്റ് ഫ്രം ബോട്ടം ടു ടോപ്പ് എല്ലാവരെയും അവർ വാങ്ങിച്ചു. അവരുടെ ആൾക്കാരെ കയറ്റിയെന്ന് പറയുന്ന പോലെ തന്നെ 50 to 60 years before they started this process. അടുത്ത സ്ലൈഡ് നോക്കണേ. 50 to 60 years, ശ്രദ്ധിക്കണം, സ്ലൈഡ്സ് ഒന്ന് മാറ്റിക്കോണേ. 50 to 60 years before they started it. We knew it, but we cannot do anything. ഈ വാചകം പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്തട്ടെ. അദ്ദേഹം പറയാ, maybe God is wanting us to be more pure, righteous. God is wanting us to be more closer to Him. That is the reason Christ is coming to us. The question is, ഈ faith, ഈ വിശ്വാസം നമുക്ക് ഇന്ന് പ്രസക്തമാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നാളെ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് പറയാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ 4-ാമത്തെ അധ്യായം ഞാൻ വായിക്കുന്നത്. എന്താ 4-ാമത്തെ അധ്യായം? ശമരിയക്കാരത്തിയുടെ സംഭവം ഇല്ലേ? നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി കാത്തിരിക്കുന്ന ഈ സ്ത്രീയുടെ അനുഭവമാണ്. അതല്ല എൻ്റെ വിഷയം. ശിഷ്യന്മാരെ കുറിച്ച് യേശു പറഞ്ഞ വാചകമാണ്, അല്പവിശ്വാസികളെ. എന്നിട്ട് വീണ്ടും യേശു പറയുന്ന ഒരു വാചകമാണ്, അവരിൽ അവൻ വിശ്വസിച്ചില്ല. അവരിൽ അവൻ വിശ്വസിച്ചില്ല. ആ ഒരു അനുഭവത്തിൽ പങ്കുവെക്കുന്ന ഈ പങ്കുവെക്കലില് കാനാവിലെ കല്യാണമാണ് ആദ്യത്തെ കല്യാണം ഈ സംഭവത്തിൽ നടക്കുന്നത്. കാനാവിലെ കല്യാണത്തിൽ വിവാഹം കഴിഞ്ഞ് അത്ഭുതം നടന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 12-ാമത്തെ വാചകമാണ് യോഹന്നാൻ 2:1-12. അവനിൽ അവർ വിശ്വസിച്ചു. ആര്? ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആ കൂട്ടത്തിൽ ആൾക്കാരുള്ള പറഞ്ഞ്, യു മെൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. ദി ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ വിശ്വാസം എന്താ? ഹൗ ഡീപ്പ് ഇസ് അവർ ഫെയ്ത്ത്? ഹൗ ഫൗണ്ടഡ് ആർ വി ഇൻ അവർ ഫെയ്ത്ത് എന്നൊരു ചോദ്യം. ആർ വി റിലീജിയസ്? ആർ വി സ്പിരിച്വൽ? ആർ വി റൈച്ചസ് ഓർ അൺറൈച്ചസ്? ഈ ചോദ്യം വളരെ വ്യക്തമാണ്. So what is the relationship between belief and trust? ചാൾസ് ബോൾഡൻ എന്ന് പറയുന്ന മനുഷ്യൻ ടൈറ്റ് വാക്കറാണ്. ഈ ടൈറ്റ് വാക്കർ നയഗ്ര ഫോൾസിൽ, ഇത് നിങ്ങൾ കേട്ട കഥയാണ്, നയഗ്ര ഫോൾസിൽ 1100 ഫീറ്റ് നടന്നു. 5000 പേർ അന്ന് കൂടി. ഈ 5000 പേർ കൂടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഡു യു ബിലീവ് ദറ്റ് ഐ ക്യാൻ ക്രോസ് ദ നയഗ്ര ഫോൾസ്? എല്ലാവരും പറഞ്ഞു, യെസ് ഐ വിൽ. അദ്ദേഹം ക്രോസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നു, വീൽ ബാരോവുമായിട്ട് അദ്ദേഹം വന്ന് വീണ്ടും അദ്ദേഹം ക്രോസ് ചെയ്തു. എല്ലാവരും പറഞ്ഞു, യെസ് വി ബിലീവ്. അപ്പോഴും ഈ ചോദ്യം ചോദിച്ചു. 3 മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്ന് ഈ ടൈറ്റ് റോപ്പ് വാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഡു യു ബിലീവ് ദറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്? എല്ലാവരും പറഞ്ഞു, യെസ് ഐ ബിലീവ്, വി ബിലീവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരാൾക്ക് എൻ്റെ ഷോൾഡറിൽ വന്ന് ഇരിക്കാമോ? ദൂരെ നിന്നാൽ മതി, ബിലീഫ് അവിടെ നിന്നാൽ മതി. ദാറ്റ്സ് വാട്ട് ട്രസ്റ്റ് ഇസ്. നീ ചെയ്യുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ്, നീ യേശു ആണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷെ ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത് വേണ്ട. ബിലീഫ് ആൻഡ് ട്രസ്റ്റ് അത്തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു. സോ വാട്ട് ഇസ് ഫെയ്ത്ത്? ആരുടെ അടുത്തും പോകണ്ട, ഒറ്റ ഒരാടത്ത് പോയാൽ മതി. ഇത് യേശുവിൻ്റെ സംഭവം, യേശുവിൻ്റെ അനുഭവം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഈ വിശ്വാസത്തിൽ നിന്ന് അവർ പതറി.
So what is the question that we have today is, ഈ വേദോസം നന്നായി നമുക്കറിയാവുന്ന നമ്മളോടുള്ള ചോദ്യമാണ്, how well can you present your faith in today's world? ആരുടെ അടുത്ത പോകണ്ടേ? വേറെ ആരുടെ അടുത്തും പോകണ്ട. സിമ്പിൾ ജോസഫിൻ്റെ അടുത്ത് പോയാൽ മതി. ആരാ ജോസഫ്? തച്ചൻ. ആരായി ജോസഫ്? യേശുവിൻ്റെ അപ്പൻ. ആരായി ജോസഫ്? ഗൂഢമായി മത്തായി 1-2 എന്നല്ലാതെ വേറെ എങ്ങും അദ്ദേഹത്തെക്കുറിച്ച് അധികം ഒന്നും പരാമർശിക്കുന്നില്ല. The only faith that he had was on dreams, on what he heard from. ഗൂഢമായി മറിയെ ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു ഉപേക്ഷിക്കരുത്. അതൊരു സംഭവം. അടുത്തത് വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ദൂതൻ വന്ന് ഹെരോദാവിൻ്റെ ഭയം നിമിത്തം ഇവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോകാൻ പറയുന്നു. 3 വർഷം അവിടെ ചെലവഴിക്കുന്നു. വീണ്ടും ദൂതൻ വന്ന് തിരിച്ചു വരാൻ പറയുന്നു. തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ഇസ്രായേലിൽ പാർക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട, വീണ്ടും പ്രശ്നമാണ്. നസ്രയത്തിൽ ചെന്ന് പാർക്കാൻ പറയുന്നു. പോയി നസ്രയത്തിൽ ചെന്ന് പാർക്കുന്നു. 12ാമത്തെ വയസ്സിൽ ഞാനും നിന്റെ അപ്പനും എത്രമാത്രം വ്യസനിച്ചു എന്ന് മറിയ പറയുന്ന ജോസഫ്. ഏതൊരു നേറ്റിവിറ്റി സീനിനകത്തും, ക്രിസ്മസിൻ്റെ ദിവസം ഏതൊരു നേറ്റിവിറ്റി സീനിനകത്തും ഒരു കൂന് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനല്ലാതെ വേറെ ഒന്നുമില്ല. ബട്ട് ഹീ ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് എ ഫെയ്ത്ത്. ഹീ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ ഫെയ്ത്ത്. എന്ത് വിശ്വാസം? അൺകണ്ടീഷണൽ ഇന്നസെന്റ് ഫെയ്ത്ത്. ഇതാണ് വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അതല്ല വിഷയം. ഇതാണ് ഫെയ്ത്ത്. ആ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലാണ് നാം എല്ലാവരും നിൽക്കുക. ജോസഫ് ഇസ് എ റൂട്ട് ഫോർ എ ഫെയ്ത്ത്. വൈ? ഈസ് ഇറ്റ് നോട്ട് റാഷണൽ? ബുദ്ധിക്ക് അതീതമാണോ ഈ ഇന്നസെന്റ് ഫെയ്ത്ത് എന്ന ചോദ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഈ ചോദ്യം നമുക്കുമുണ്ട്. സഭയുടെ വിശ്വാസം എന്താ? ഇടവകയുടെ വിശ്വാസം എന്താ? ദ വൂംബ് ആൻഡ് ദ ടൂം. ഇതിലപ്പുറം ക്രിസ്തീയ വിശ്വാസം ഇല്ല. ക്രിസ്തീയ വിശ്വാസം ദ വെർജിൻ വൂം ആൻഡ് ദി എംപ്റ്റി ടൂം. അതിനപ്പുറം ഫെയ്ത്ത് ഇല്ല. ഇത് രണ്ടും തർക്കം വിഷയമാണെങ്കിൽ പോലും ഇതിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, ദ വെർജിൻ ബർത്ത്, ദ വെർജിൻ വൂം ആൻഡ് ദി എംപ്റ്റി ടൂം where Jesus is risen, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫെയ്ത്ത് ആസ്പെക്റ്റ് ആണ്, ഫെയ്ത്ത് റൂട്ടാണ് എന്ന് നമ്മൾ മറക്കരുത്. ഇത് നോർമലാണോ എബ്നോർമലാണോ? ഇത് രണ്ടും എബ്നോർമലാണ്. എൻ്റെ ഇളയ മോന് വൈഫും അവർ 5 വർഷമായിട്ട് പ്രാർത്ഥിക്കുക ഒരു കുഞ്ഞുണ്ടാകണം. കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? നല്ലൊരു കുഞ്ഞ് നമുക്ക് ലഭിക്കണം. കുഞ്ഞുങ്ങളില്ലാത്തവരോ? നോർമലാണോ അബ്നോർമലാണോ? പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണം. എത്രയോ മക്കൾ ഈ കേരളത്തിൽ, എത്രയോ മക്കൾ ഈ നാട്ടിൽ, അമേരിക്കയിൽ എത്രയോ പേര് വിവാഹം കഴിക്കാതിരിക്കുന്നു. സിംഗിൾ പേരൻസ് ആയിട്ടിരിക്കുന്നു, സ്പിൻസ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്നു, ബാച്ചുലേഴ്സ് ആയിട്ടിരിക്കുന്നു. കല്യാണം കഴിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. അവർ നോർമലാണോ എബ്നോർമലാണോ? നമ്മൾ നോർമൽ എന്ന് പറഞ്ഞാൽ ഈ അബ്നോർമാലിറ്റിയാണ് നമ്മൾ തർക്കിക്കുന്ന വിഷയം. അതായത് വെർജിൻ വൂമും ടൂമും നമ്മൾ തർക്കിക്കുമ്പോൾ, ഫെയ്ത്ത് ഇസ് നത്തിങ് എൽസ് ബട്ട് എ ജയന്റ് ലീപ്പ് ഇൻ ദ ഡാർക്ക്. കണ്ണടച്ച് ചാടുക എന്നല്ലാതെ വേറെ ഒന്നും ഫെയ്ത്ത് അല്ല. ആ ഒരു ഫെയ്ത്തിലാണ് നമ്മളെ ബേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ജീവിതം. ഇന്ന് കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഓരോ വാക്കുകൾക്ക് തർക്കം വരുമ്പോൾ, അത് നാളെ ഞാൻ പങ്കുവെക്കുന്ന സമയത്ത് ആ ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ, സിമ്പിൾ, ദർ ഇസ് നത്തിങ് എൽസ്, ആൻഡ് ഇന്നസെന്റ് ആൻഡ് അൺകണ്ടീഷണൽ, അതായത് കലർപ്പില്ലാത്ത, യാതൊരു കലർപ്പില്ലാത്ത വിശ്വാസമാണ്. ഈ കസേരയിൽ ഞാൻ ഇരുന്നത് താഴെ നോക്കിയാണ് ഇരുന്നത്. അതിൻ്റെ സ്ക്രൂ ഉണ്ടോ ഇല്ലയോ, അതിളകുമോ, ഞാൻ വീഴുമോ, ഏത് വിശ്വാസത്തിലായിരുന്നേ? സുഹൃത്തിൻ്റെ പേരെന്താ? അങ്ങനെ അന്ന് തന്നെ ഇരുന്നേ? അങ്ങനെ അന്നോ? കൂട്ടുകാർത്തിയല്ലേ? കൂടെയുള്ള ആളല്ലേ? ചായക്കകത്ത് വിഷം ഇട്ടായിരുന്നു രാവിലെ? മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും.
ഏത് വിശ്വാസത്തിലാ ചായ കുടിച്ച്? ബാങ്കിൽ ചെക്കിട്ടപ്പോൾ ചെക്ക് ക്ലിയർ ചെയ്യുമെന്ന് മനസ്സിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? പൈസ ഉള്ളതുകൊണ്ടല്ല. ആരല്ല വിശ്വസിക്കുന്നത്? ഡോളർ ഇന്ന് സ്വത്രാഴ്ച ഇടുന്ന സമയത്ത് ചെക്കായിരിക്കും ഇടുന്നില്ലേ? ഡോളർ ഇടുമ്പോൾ യു ബിലീവ് ദാറ്റ് വിൽ ബി എൻകാഷ്ഡ്, ഓർ മെക്ഡോണൽഡിൽ കൊടുക്കുമ്പോൾ എൻകാഷ് ചെയ്യുമെന്ന് ഗവൺമെന്റിൽ വിശ്വസിക്കുന്നുണ്ട്. If element of faith is everywhere, everything in life, then why is the problem when we talk about Jesus, when we talk about Christianity, when we talk about our own life? എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിനകത്ത് വിശ്വാസം, എല്ലാ കാര്യത്തിനകത്ത്. പിന്നെ ഇതിന് മാത്രം എന്താ പ്രശ്നം? ഇതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ചോദിക്കും. വേർ ഡസ് ദ പ്രോബ്ലം ലൈ? ഈ ബെഞ്ചി, എൻ്റെ മൂത്ത മോൻ, അവന് ടേബിളിൽ നിന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സൈഡിൽ ചാടറാ, ചാടുമോ ഇല്ലയോ? എന്തോ വിശ്വാസം? അപ്പൻ ഉറപ്പാണേ. ഇതേ മോന് മരത്തിൽ കയറി കുടുങ്ങിപ്പോയി. So when he was on the tree and entangled on the tree, both me and my wife Susan is standing there. മോനെ പ്രശ്നമില്ല, ചാടിക്കോ. എന്താണാവോ, എന്താ ചാടാത്തെ? ബുദ്ധി, ഇന്റലിജൻസ്. ഈ അപ്പനെ ആരോഗ്യമുണ്ടോ? പണ്ട് ഞാൻ ചാടിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ടുഡേ ഈസ് ഹി ഓക്കെ? ക്യാൻ ഹി ഹോൾഡ് മീ? ഞാൻ വീഴുമ്പോൾ എൻ്റെ കാല് ഒടിയുമോ? ഭയങ്കര ലോജിക്ക നമുക്ക് ഉണ്ടാവുക. ക്രോസ് on the chest is okay, on the necklace is okay, but when it impinges in my heart, then it's a problem. കുരിശ് ദൂരെ നിന്ന് കാണുന്ന യാതൊരു കുഴപ്പമില്ല. ഈ മോന് പ്രായമായപ്പോഴത്തേക്ക് ഇന്റലിജൻസ് കൂടി എന്ന് സദ്ഗുരു ചോദിക്കുന്ന ചോദ്യമാണ്. സദ്ഗുരു ആരാ? നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന one of the sannyasis, one of the guru. അദ്ദേഹം പറയുന്നൊരു വാചകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. The problem is we use only one dimension of our intelligence, and that is intellect. And if you consider intellect as a knife, you cannot use knife for all the purposes. Of course, you can cut an apple with a knife, but you cannot stitch a shirt with that knife, because you need different instruments to use different things. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, if we cannot understand humans by this knife that you called as an intellect, we need to embrace people and understand them. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, this is also one of the dimensions of intelligence. What? Faith. It is not rational, it is not irrational, but it has its own stance, which, sorry to say that we have not used it. ഇന്റലിജൻസിന്റെ ഒരു ഫാക്കൽറ്റിയാണ് ഫെയ്ത്ത്. വിദ്യാഭ്യാസം കൂടുന്തോറും എന്തുണ്ടാകണം നമുക്ക്? The more we are educated, what should we have? Peaceful life. പക്ഷെ നമുക്കിപ്പോൾ എന്താ പ്രശ്നം? The more we are educated, we are getting educated zombies. എഡ്യൂക്കേറ്റഡ് സോംബീസ് എന്ന് പറയാനുള്ള കാരണം, അച്ഛനും ഞാനും അറിയുന്ന ഒരു അച്ഛനുണ്ട്, റോവിൻ അച്ഛൻ. ഇത് എഴുതാനുള്ള കാരണമുണ്ട്. കാൽക്കട്ടയിൽ ഒരു RGD കൗർ കോളേജ് ഉണ്ടെന്ന് അറിയാമോ? ഉണ്ടോ? കാൽക്കട്ടയിൽ ഒരു സംഭവം നടന്ന് അറിഞ്ഞായിരുന്നു? ഇന്ത്യ നടന്നറിഞ്ഞാൽ a doctor was raped literally, brutally, and a pelvis was brought apart. I'm not going into the story of that. പക്ഷേ അവിടെ ഉപയോഗിച്ചൊരു വാചകം എന്നെ നന്നായി പ്രയാസപ്പെടുത്തി. If these people who are known as educated people, who are bound to take care of the people and the patients, if they behave this way, and if they are educated people, what is faith there? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, if that's the case, you need to look at the background of who this RJD Kaur was. A man
A human who was intelligent to the core went to London, നന്നായി പഠിച്ചു, നന്നായി ഉയർന്നു, നല്ലൊരു ഡോക്ടറായി, അവിടെ നല്ലൊരു ജോലി കിട്ടി. പക്ഷേ he felt that he should come back and he served in a village in Calcutta. അങ്ങനെ കാൽക്കട്ടയിലെ ഒരു വില്ലേജ് ഗ്രാമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നലുണ്ടായി, കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞു നമുക്കൊരു ചെറിയ ക്ലിനിക് ഉണ്ടാവണം. ആ ക്ലിനിക്കിന് വേണ്ടി അദ്ദേഹം 70,000 തൻ്റെ സ്വന്തം സ്ഥലം വിറ്റ് 75,000 രൂപ ഉണ്ടാക്കി. അന്ന് 25,000 രൂപ കൂടെ വേണം. ഇറ്റ് ഇസ് സെഡ് ഇൻ ഹിസ് സ്റ്റോറി ദാറ്റ് ഈ 25,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി തനിക്കറിയാവുന്ന എല്ലാ കല്യാണങ്ങൾക്ക് പോവും, എലീറ്റ് കല്യാണങ്ങൾക്കെല്ലാം അദ്ദേഹം പോവും. എന്നിട്ട് അതിൻ്റെ പടിവാതിൽ നിന്നുകൊണ്ട് ബെഗ് ചെയ്യുമായിരുന്നു to get that 25,000 and make this clinic. അദ്ദേഹമാണ് ഈ കോളേജ് ഉണ്ടാക്കിയത്. വിവരമുള്ള എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന യവന്മാർക്ക് അതറിയാമായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഈ ക്രൂരകൃത്യം ചെയ്യത്തില്ല. ആരാണ്? ഇറ്റ്സ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഇറ്റ്സ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഹു ഡു സോ. If faith is another dimension of intelligence, what happened? കുഞ്ഞായിരുന്നപ്പോൾ നിന്റെ വിശ്വാസവും നീ പ്രായമായപ്പോൾ ഉള്ള വിശ്വാസത്തിൽ വ്യത്യാസം എന്താ ഉണ്ടായത്? Why did this happen? എന്നിട്ട് പറയുന്നൊരു വാചകമാണ്, the innocence of the child is noble. വലിയൊരു ചിന്തകൻ പറയുന്നത്, the inner child touch let the child in you touch the inner fiber of the child that's outside you. Let the inner child that's inside you, അകത്തെ കുഞ്ഞ്, നമ്മുടെ കുട്ടിത്വം, നമ്മുടെ കുഞ്ഞ് നമ്മൾ നഷ്ടപ്പെട്ടു. We've become so smart, we've become so intelligent that we cannot handle what faith is. And we try to analyze it and try to interpret in our own manner. Sri Ravi Shankar പറയുന്നു, where is it that we have lost the innocence? Where is it we have lost the face of God in our life? ഞാൻ പറഞ്ഞു, കൺവെൻഷൻ പ്രസംഗമല്ല ഇത്, നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. Where we are supposed to do the reverse evangelism in this country, where these people came to us to speak about evangelism, ആ നാട്ടിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കൾച്ചറിൻ്റെ ഭാഗമായി മാറി. When you are Rome, you behave like a Rome എന്ന ചിന്തയിൽ. When you are in America, behave like an American. But there are certain content, there are certain ethos, there are certain facts of life that has been taught by us through the tradition and the legacy of our life. ഇത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിർജീനിയ സറ്റയർ എന്ന് പറയുന്ന ഒരു വലിയ സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന വാചകമാണ്, while you are so intent in giving your children what you never had once, you never should deny them the right what you had once. ഒരിക്കൽ നിങ്ങൾക്ക് ഇല്ലാഞ്ഞ പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മൈഗ്രേറ്റ് ചെയ്ത പേരൻസ്, ഇവിടെ ജനിച്ചു വളർന്ന് കല്യാണം കഴിഞ്ഞ് വളർന്ന പേരൻസ്, അവർക്ക് പലതും ഒരു കാലത്ത് ഇല്ലാഞ്ഞ കാര്യം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, ഞാൻ ഒരിക്കൽ പോലും മാഗ്നറ്റ് ടോയ്സ് വെച്ച് കളിച്ചിട്ടില്ല, ഞാൻ ഒരിക്കൽ പോലും പ്ലെയിൻ വെച്ച് കളിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പ്ലെയിൻ കാണുമ്പോഴും മാഗ്നറ്റ് ടോയ്സ് കാണുമ്പോഴും ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, while you are so intent in giving your children what you never had once, you never should deny them the right what you had once. നിങ്ങൾക്കൊരിക്കൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മറക്കരുത്. 3 തലമുറയാണ് അമേരിക്കയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത്. 3 തലമുറ. ഇന്ന് എന്തുകൊണ്ടാണ് യൂത്ത്സ് ഇല്ലാത്ത? സന്തോഷം, കുറേ പേരെങ്കിലും യൂത്ത്സ് ഇവിടെ ഉണ്ടല്ലോ. ഏത് നമ്മുടെ പള്ളിയിൽ പോയാൽ യൂത്ത്സ് എവിടെ പോയി? ഈ പറയുന്നവരെല്ലാം നമ്മുടെ ഈ പറയുന്ന ജീവിത അനുഭവത്തിൽ നന്നായി വളർന്നു വന്ന ആൾക്കാരാണ്. അവർ സ്പിരിച്വൽ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ നിങ്ങൾ അടിക്കണം. ഇറ്റ്സ് നോട്ട് ദ സ്പിരിച്വാലിറ്റി. They feel that the religiosity that the parents have, the walk that they have is not the talk that they had. The talk that they speak is not the walk that they have. There is no relationship on Sunday with the relationship on Monday to Saturday. പിന്നെ ഫെയ്ത്ത് എന്ത് ചെയ്യേ? ആ ഫെയ്ത്ത് ഇൻ്റലക്റ്റ് കൊണ്ട് നമ്മൾ അളക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, കുഞ്ഞിനെ നടുക്ക് നിർത്തി, for theirs is the kingdom of God. ഈ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങൾ ആയിത്തീരണം എന്ന് പഠിപ്പിച്ച. Therefore stand എന്ന് പറയുന്ന വിൽബർ സ്മിത്ത് എഴുതിയിരിക്കുന്ന പുസ്തകം, ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ്,
നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. 3 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. വി വർഷിപ്പ് ഹ്യൂമൻ ഇൻ്റലക്റ്റ്, വി ലവ് ന്യൂനെസ് ആൻഡ് ഡിസ്കഷൻ, വി വാല്യൂ ടോളറൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ഇത് 3 ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഫെയ്ത്ത് ഇതിനകത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അറഗൻസ് നമ്മുടെ ജീവിതത്തിൽ നന്നായി വന്നിട്ടുണ്ട്. വി ആർ റെസ്റ്റ്ലെസ്. കാരണം ഇന്ന് കാണുന്ന ഈ കൊച്ചു കുഞ്ഞിന് 3 വയസ്സുള്ള അച്ഛൻ്റെ ശരണച്ഛൻ്റെ കുഞ്ഞിന് ഇന്ന് കൊടുക്കുന്ന ടോയ് 3 ദിവസത്തേക്കേ ആവത്തുള്ളൂ. ഞങ്ങൾക്ക് 1 വർഷമായിരുന്നു. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞാൽ ആ ടോയ് അല്ല, വേറെ ടോയ് വേണം. ആ വേറെ ടോയ്. അപ്പം ന്യൂനെസ് അവർക്ക് പ്രയാസമാണെങ്കിൽ നമുക്ക് ന്യൂനെസ്. ഈച്ച് ഇയർ വി നീഡ് ടു ചേഞ്ച്, ഈച്ച് ടൈം വി നീഡ് ടു ചേഞ്ച്. റെസ്റ്റ്ലെസ് ആണ് ഇന്ന്. നിങ്ങളെല്ലാവരും ഏതോ Airbnb-യോ ഏതെണ്ടൊക്കെ നിങ്ങൾ പോകത്തില്ലേ 4 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക്? എന്തിനായി പോകുന്നേ? റിലാക്സ് ചെയ്യാൻ. തിരിച്ചു വരുമ്പോഴോ റിലാക്സ് ചെയ്തോ ഇല്ലയോ? എവിടെ? അതിൻ്റെ ക്ഷീണം മാറ്റാൻ അടുത്ത ദിവസം 2 ദിവസം വീട്ടിൽ ഇരിക്കണം. ഇതാ ലൈഫ്. വി ആർ സോ റെസ്റ്റ്ലെസ്. ഈ നാട്ടിൽ മാത്രം എല്ലായിടത്തും ഉണ്ടായിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്. വി ഹാവ് ലോസ്റ്റ് സംവെയർ സംതിങ് ഇൻ എ ലൈഫ്. സോ അഗെയിൻ ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡീപ്പ് ഈസ് അവർ ഫെയ്ത്ത്? വി ആർ അൺസർട്ടൻ, സീക്കിംഗ് ട്രൂത്ത് വി നെവർ ക്യാൻ ഫൈൻഡ്. പോസിബിൾ, ആരോ പറഞ്ഞിട്ടുണ്ട്, പോസിബിൾ ടു ബി ഹൈലി എഡ്യൂക്കേറ്റഡ്, ഡീപ്ലി റിലീജിയസ്, സ്റ്റിൽ ഇഗ്നറൻറ്റ് അബൌട്ട് ഗോഡ്. ഇന്റലക്ച്വൽ ജയൻസ് ആൻഡ് മോറൽ പിഗ്മീസ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എന്താ? എത്ര സുവിശേഷങ്ങളുണ്ട് നമുക്ക്? എത്ര ഉണ്ടാകും നമുക്ക്? ഉറപ്പാണല്ലേ? 3 അല്ലല്ലോ. മത്തായി, മർക്കോസ്, ലൂക്കോസുമാണ്. നമുക്കറിയാം യോഹന്നാൻ വ്യത്യസ്തരായില്ലേ? 5 അപ്പം 2 മീന്. യോഹന്നാൻ പറയുന്നത് എന്തുവാ? 5 loaves and 2 fishes-നകത്ത് യോഹന്നാന്റെ പ്രത്യേകത എന്താ? എൻ്റെ അച്ഛനങ്ങ് പറ, ബാക്കി ഞങ്ങളെ കൊണ്ട് fill in the blanks ചെയ്യിപ്പിക്കാതെ. What is the difference? Everywhere there is some uniqueness of John. Why? Because he is speaking to another crowd, a Greek crowd, where he need to explain to them what is life and what is gospel. അപ്പോൾ 5 അപ്പവും 2 മീനും പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ്, ഇറ്റ് ഇസ് നോട്ട് merely loaves, it is barley loaves. യവത്തപ്പം. വേറെ ഒരിടത്തും ഇല്ല, 3 സുവിശേഷത്തിലും ഇല്ല. ഒരിടത്തും യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്ന വാക്കില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ജോൺ 4th chapter. അത്ഭുതം എന്ന വാക്കില്ല. 7 I am saying and 7 signs. I repeat, 7 ഞാൻ എന്ന വാദം. I am the bread of life, I am the salt, I am the wine, I am the good shepherd, I am the door എന്ന് 7 I am saying. I am the resurrection and life. 7 I am saying. അത്ഭുതം എന്ന വാക്കില്ല, 7 സയൻസ് ആണ്. 7 സയൻസ് കൊണ്ട് മൊത്തം കൺസൈസ് ആക്കുക. ബട്ട് ഹി സേസ് ടു മൂവ് 1 step to the other faith, ഈ 7 സയൻസ് ആണ്. ആദ്യത്തെ സൈൻ എന്താ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് യോഹന്നാൻ 2 കാനാവിലെ കല്യാണം. അപ്പൊ എന്ത് നടന്നു അവിടെ? എന്ത് നടന്നു? മിറക്കിൾ നടന്നു, ഒരു അത്ഭുതം നടന്നു. എന്നിട്ട് വാചകം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞ വാചകം, ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവസാനത്തെ സൈൻ ലാസറിനെ ഉയർപ്പിക്കുന്ന. റൈറ്റ്? മാർത്ത യേശുവിൻ്റെ അടുത്ത് നീ എവിടെ പോയി, എന്തിനു പോയി, എന്താ വരാഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞ്? വിശ്വസിച്ചാൽ. It is not miracle that should lead you to faith. It is faith that you should find out miracles in your life. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്ന സത്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം നടന്നാൽ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കൂ എന്നല്ല. ഫെയ്ത്ത് ഷുഡ് ഹെൽപ്പ് യു ടു ഫൈൻഡ് മിറക്കിൾസ്. നിക്കി വിസോവിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്കെന്തിനാ വിഷയം? A man who has no limbs, right? No legs, no
ഹാൻഡ്സ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, അമ്മ പറഞ്ഞിട്ടുണ്ട് that once you'll pray, next day you'll have both the limbs, the leg and the hands. പക്ഷെ നടന്നില്ല. 21st ഇയറിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ജീവിതത്തിൽ ഉണ്ടായപ്പോൾ every day he used to pray for miracle. That day he changed his prayer. Lord, if miracles do not happen in my life, let me be a miracle. If miracles do not happen in my life, let me be a miracle. And that is faith. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. റെലവൻസ് ചോദ്യത്തിന് മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. വി ourselves are a miracle എന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇത് നിക്കി പറഞ്ഞു. ആ നിക്കിയാണ് ലിംസ് ഇല്ലാത്ത ആള്, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് 2 മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. മോർ ദൻ ദാറ്റ്, ഹി ഈസ് എ മോട്ടിവേറ്റർ ഫോർ ഓൾ ദ കോളേജസ് ഇൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ്. ഇഫ് നിക്കി ക്യാൻ ബി എ മിറക്കിൾ, ദിസ് നൈറ്റ് മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? വാട്ട് ഈസ് എ മിറക്കിൾ ദാറ്റ് യു ഹാവ് ഇൻ യുവർ ലൈഫ്? ഈ നമ്മുടെ ഫെയ്ത്ത് എപ്പോഴാണ് നമ്മൾ കൂടുതൽ, ഈ അച്ഛൻ ഇപ്പോൾ പാടിയ പാട്ടുകളും ബാബു ആണോ പ്രാർത്ഥിച്ച്? ബാബുവിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം വിഷയം പ്രധാനമായിട്ട് എന്തായിരുന്നു? അപ്പം നമ്മുടെ പ്രാർത്ഥന എന്തുവാ? ഇന്നലെ വലിയ കൂടിയ വിഷയമല്ല 1 മണിക്കൂർ കേട്ടത്. നമ്മുടെ പ്രാർത്ഥന എന്തുവാ? Why is it when we are happy that we have less amount of prayer? And why is it when catastrophe happens to us, when trauma happens to us, when we are disturbed, that we are more closer to? ഇത് ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? ദൈവം അറിഞ്ഞുകൊണ്ടാണോ കാറ്റസ്ട്രോഫി വരുത്തുന്നത്? നാച്ചുറൽ കാറ്റസ്ട്രോഫീസ് ഒരു പക്ഷേ ദൈവം നടത്തുന്ന. Why? To be more closer to him. എൻ്റെ പള്ളിയിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുഞ്ഞുങ്ങളുണ്ട്. അതിലൊരു ഫാമിലി ആയിരുന്നു ബ്ലെസ്സനും ആശീഷും. ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ആണോ? അപ്പോൾ കാറ്റസ്ട്രോഫി ദൈവത്തിൻ്റെ അല്ല. ആണ്. അപ്പൊ കാറ്റസ്ട്രോഫി അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, even the faith crisis, is a thing that teaches us to be more closer to him. യോഹന്നാനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാചകം വളരെ അർത്ഥവത്താണ്. ജോസഫിന്റെ വിശ്വാസം മിറക്കിൾ അല്ലായിരുന്നു. ജോസഫിന്റെ വിശ്വാസത്തിൽ ഒരു മിറക്കിൾ ഇല്ലായിരുന്നു. യേശു പാല് കുടിക്കുന്നത്, യേശു ഓടുന്നത്, യേശു തച്ചൻ്റെ മകനായി ജോലി ചെയ്യുന്നത്. ഈവൻ ടു ദി എക്സ്റ്റെൻറ്റ് ഈവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് ആൾക്കാർ പറയുന്നതും ആ കൂട്ടത്തിൽ കേട്ടു. എന്നാൽ ശിഷ്യന്മാരോ കൂടെ നടന്ന അത്ഭുതം കണ്ട് ചെതറിപ്പോയപ്പോൾ ജോസഫ് ഹി ബിക്കെയിം എ പാർട്ട് ഓഫ്, യേശുവിന് പേര് കൊടുക്കുന്നവനും യേശു നസ്രത്തിൽ പാർത്തു എന്ന് പറയാൻ യോഗ്യത നേടിയവനുമായി ജോസഫ് മാറി എന്ന്. ഓരോ ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് ദർ ഇസ് എ ടേൺ അറൗണ്ട്. ഓരോ ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ട്രൂ വിത്ത് എവ്രി വൺ ഹിയർ. നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴും, നിങ്ങളുടെ ജീവിതത്തിൽ ജോലി കിട്ടാഞ്ഞപ്പോഴും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം ഉണ്ടാകാഞ്ഞപ്പോൾ, നിങ്ങളുടെ കുഞ്ഞ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് വന്നപ്പോഴും, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തപ്പോഴും, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് സ്കൂൾ പറയുന്നു ADHD ആണ്, ADD ആണ് എന്ന് പറയുമ്പോഴും ആ സമയത്തെല്ലാം നൊമ്പരമാണ്, ഇടിയാണ്. ആ സമയത്താണ് പ്രാർത്ഥന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോബിയും ദിവ്യയും ദേ ഹാഡ് ഗോൺ ടു കേരള. ഇന്നലെ മിനിയാന്ന് അവളെ ചാടിയ ചാട്ടം ഞാൻ മറക്കില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഇത്രയും ചാടേണ്ട അടി, ലിമിറ്റേഷൻസ് വെക്ക്. ഡാഡ്, വീവ് ഗോട്ട് 2 embryos in the scan. നമ്മൾ ചാടേണ്ട അടി വേണേ നിർത്ത്. But I can easily imagine for the last 5 years her struggle that's seen there. നാളെ ട്യൂബിലാണോ യൂട്രസിലാണോ എന്നറിയാനുള്ള ദിവസമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ലെറ്റ് യു എക്സൈറ്റ്മെൻറ്റ് ബി സ്മോൾ. കാരണം പെട്ടെന്നൊരു ഷോക്ക് വരുമ്പോൾ ആകപ്പാടെ നീ പ്രയാസപ്പെടും. അപ്പം ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. യുവർ ക്വസ്റ്റ്യൻ ഇസ്,
why should crisis happen in a life? We need to live a happy life. എൻ്റെ ജീവിതത്തിൽ ഓരോ കോണിലും, കുഞ്ഞിനുമുണ്ട് പ്രായമുള്ള ആളിനുമുണ്ട്, ഓരോ പ്രാവശ്യവും ഇഷ്യൂസ് ഉണ്ട്, പ്രയാസമുണ്ട്. ബട്ട് കറ്റാസ്ട്രോഫീസ് ആർ ദ വൺസ് ദാറ്റ് ടീച്ചേഴ്സ്. എന്നിട്ട് രസമായിട്ട് JK റോളിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കമൻസ്മെൻറ്റ് സ്പീച്ചിനകത്ത് അദ്ദേഹം പറയുന്ന വാചകം, റോക്ക് ബോട്ടം ഈസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട്. Because the only direction we can go is upwards. അടി കാണുമ്പോഴാണ് നമുക്ക് മേളിൽ പോകാൻ പറ്റത്തേ ഉള്ളൂ, വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. സോ വി നീഡ് ടു ലേൺ ദാറ്റ് ദൈവം എത്ര നമ്മളെ താഴ്ത്തിയാലും ദൈവമാണ് താഴ്ത്തുന്നത്. ഈ 40 ദിവസം 40 രാവും യേശു മരുഭൂമിയിൽ ആരാ കൊണ്ടുപോയി? ആര്? അപ്പം നടത്തുമില്ലേ? നടത്തും. ശരിക്ക് കൊണ്ടുപോയി കുഴപ്പിച്ചു. 3 ടെംപ്റ്റേഷൻ കൊടുത്ത് ശരിക്ക് യേശുവിനെ കുഴപ്പിച്ചു. ആര്? ഹോളി സ്പിരിറ്റ്. So he leads you to the crisis for you to be more pure. That's what I started with John Athanasius Stenger. He said maybe he's asking us to have our faith more strong, to purify ourselves, to be more righteous in front of the Lord എന്ന് പറയുന്നു. ജിജിവിഷ എന്ന് പറയുന്ന വാചകം ഒരു സാൻസ്ക്രിത് വേർഡാണ്. ജീനെ കി ചാഹ് ഇൻ കമ്പാരിസൺ ടു ഇൻ്റലക്റ്റ്. ഇൻ്റലക്റ്റ് എന്ന വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ മാനസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. IQ 180 മേളിൽ ഉള്ളവർ അവരെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതിൽ കുറേ പേര് ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. അവർ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് 10 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ടീച്ചർ ഇരിക്കുക. പെട്ടെന്ന് ഒരു കുഞ്ഞ് നോക്കിയപ്പോൾ പെപ്പർ ബോട്ടിലും സോൾട്ട് ബോട്ടിലും കണ്ടു. പക്ഷെ പെപ്പർ ബോട്ടിലിനകത്ത് സോൾട്ടും സോൾട്ട് ബോട്ടിലിനകത്ത് പെപ്പറും ഇരിക്കുന്നത് കണ്ടു. ഇവർ ഈ 10 പേരും ചർച്ച ചെയ്യുക. ഏതാ? ഇൻ്റലക്റ്റ്. ഭയങ്കര ചർച്ചയാണ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പം അവസാനം വെയിറ്ററിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു സ്ട്രോ വേണം, ഒരു പ്ലേറ്റ് വേണം, ഒരു ടിഷ്യൂ പേപ്പർ വേണം. അപ്പോൾ ചോദിച്ചു എന്തിന്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതാ വിഷയം, സോൾട്ട് ബോട്ടിലിനകത്ത് പെപ്പർ വന്നിട്ടുണ്ട്, പെപ്പർ ബോട്ടിലിനകത്ത് സോൾട്ട് വന്നു, നിങ്ങളത് എന്ത് ചെയ്യും? വെയിറ്റർ പറഞ്ഞത് ഢക്കൻ ബദൽ. ഇത്രയും you're making it so more complicated. Faith is very simple. Don't complicate the faith that is in you. Don't complicate the faith that is in you. യോഹന്നാൻ 4 I come to the point and I stop short. യോഹന്നാൻ 4 ശിഷ്യന്മാര് ശമരിക്കാരത്തി സ്ത്രീയുടെ അടുത്ത്, ആ കഥയിലോട്ട് ഞാൻ പോകുന്നില്ല, ശമരിക്കാരത്തി സ്ത്രീയുടെ അടുത്ത് വന്നു, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭക്ഷണം പാനീയമല്ല എന്ന് യേശു പറയുന്നതൊക്കെ സംശയിച്ചടവുകയും ഈ ശമരിക്കാരത്തി സ്ത്രീ വല്ലതും കൊടുത്തോ? അപ്പോഴാണ് ശമരിക്കാർ ഓടി വരുന്ന കാണുന്നത്. ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലാണ് യേശു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേളത്തെ വാചകം മാത്രം ഫെയ്ത്തിൽ ആശ്രയിച്ചാണ് എടുക്കുക. റേസ് യുവർ ഹെഡ്. ആന എങ്ങനെയാ പോകുന്നത്? ആനയുടെ ലോകം എവിടെ മാത്രമാണ്? ഈ ലോകമാണ്. നമുക്കുള്ള ഒരു പ്രശ്നം, വി ആർ സോ നാരോ മൈൻഡഡ്, വി കനോട്ട് ബ്രോഡൻ ourselves. Our faith is not broadened. Our faith is only limited to the ritual, only limited to what I am, what my life is. It's not broader. ഇവിടെ യോഹന്നാൻ പറയാണ്, യേശു പറയാണ്, raise up, open your eyes, lift your eyes, and then you'll see the wonder of what faith is. Remember the background that I said, that he did not believe in him, in disciples, അവരിൽ വിശ്വസിച്ചില്ല. ആ വിശ്വാസത്തിൻ്റെ പ്രോസസ്സായ യേശു കാനാവിലെ കല്യാണവും ലാസറിൻ്റെ ഉയർപ്പിനെ കുറിച്ചും പറയുന്നത് എവിടെ? മിറക്കിൾ അല്ല ജീവിതം. വിശ്വസിച്ചാൽ നീ അത്ഭുതങ്ങൾ കാണും.
അത് ഇന്റലക്ച്വൽ കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ജോസഫിന്റെ ഫെയ്ത്ത് ആണ്. ആ ജോസഫിന്റെ ഫെയ്ത്ത് കാണാതെ, മറിയയ്ക്ക് ഒന്നുമില്ലെങ്കിൽ വയറ്റിലൊരു കുഞ്ഞുരുവാകുന്നുണ്ട്, അതിലും ഉണ്ട് അവക്ക്, യോസഫിനൊന്നുമില്ല. സോ വാട്ട് ടൈപ്പ് ഓഫ് ഫെയ്ത്ത് ദാറ്റ് യു ഹാവ്? ഇതാണ് ഈ കുഞ്ഞിനോട് പറയേണ്ടത്, ഇതാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. അതാണ് യോഹന്നാൻ ഇവരോട് പറയുന്നത്. ആരോടാ? അമേത്യരോടും അറബിയിൽ നിന്നും ജാരസന്തതികളായി മാറിയ ശമരക്കാരുടെ അടുത്ത്. ശമരക്കാർ ഓടി വരുമ്പോഴാണ് യേശു പറയുന്നത്, റേസ് അപ്പ് യുവർ ഹെഡ്. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. 4 മാസം കൂടെ ഉണ്ട് ഇത് റൈപ്പാകാൻ, എന്ത്? ഹാർവെസ്റ്റ് ഉണ്ടാവാൻ. പക്ഷേ യേശു പറയുന്നു, നോ, ഇറ്റ്സ് ഓൾറെഡി വൈറ്റ്. അത് വൈറ്റ് ആയിരിക്കുന്നു. ഇപ്പോഴേ നിങ്ങൾക്ക് അയ്യോ ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ, കാര്യം ശിഷ്യന്മാർക്ക് പോയത് പട്ടണത്തിൽ പോയതാ ഭക്ഷണം മേടിക്കാൻ. ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ എടുക്കാമായിരുന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ഡോണ്ട് വെയിറ്റ് ഫോർ some miracles to happen in your life. Start today. Don't wait for faith to be developed in your life. Start from today. The simple faith. ലൈഫിൻ്റെ ഓരോ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് ഇല്ല, നിങ്ങളുടെ ഓരോ പ്രോജക്ട്സ് നിങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത്, ഓരോ അസൈൻമെൻറ്റ്സ് നിങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് എന്തോ ആ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ അതെന്തിൻ്റെ ഫെയ്ത്താണ്? ദ ഫെയ്ത്ത് ദാറ്റ് ഇസ് ഇൻ യു, ദ ഫെയ്ത്ത് ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. അവിടെ ഒരു ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ സിമ്പിളാക്കാത്ത എന്താ കോംപ്ലിക്കേറ്റഡ് ആക്കുക? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ മതിയാവൻ. കണ്ണുകൾ ഉയർത്തുക. എന്താ പ്രശ്നം? ഒരു കൂട്ടര് കണ്ണ് ഉയർത്തി. ആരായി കണ്ണ് ഉയർത്തിയത്? ആദ്യ തോട്ടത്തിൽ കണ്ണുയർത്തി. കണ്ണുയർത്തി ആരൊക്കെയാണ്? ആദമും ഹവ്വയും. എന്നുണ്ടായി? ആദ്യമായിട്ടാണ് ഒരു മൃഗം സംസാരിക്കുന്നത്. അതൊക്കെ എക്സൈറ്റഡായി. വിത്തൗട്ട് ഇന്റർപ്രിറ്റിംഗ്, വിത്തൗട്ട് അനലൈസിങ്, ആ ആള് പറഞ്ഞതെല്ലാം ദൈവമാകും, നിനക്ക് ദൈവമാകാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ദൈവമാകാൻ ആഗ്രഹിച്ചു. കണ്ണടച്ച്. എന്നാൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന്, അതായത് ഈ മരത്തിൻ്റെ മാത്രം, അത് ആപ്പിളാണോ ഏത് പഴമാണോ എന്നവിടെ പറയുന്നില്ല, ഇത് മാത്രം limitations that God gives us is part of faith. മീന് വെള്ളത്തിൻ്റെ അപ്പുറത്ത് പോയാൽ എന്ത് സംഭവിക്കും? ഇല്ലേ? അതൊരു ലിമിറ്റേഷൻസാണ്. നമുക്ക് ലൈഫിൽ ഒരു ലിമിറ്റേഷൻസ് ദൈവം തന്നിട്ടുണ്ട്. ആ ലൈഫിൻ്റെ ലിമിറ്റേഷൻസ് അപ്പുറം ടാർഗറ്റ് നോക്കുക, ദൈവമാകും നീ. അവർ മറന്നുപോയി ഏത് തോട്ടമാ പർപ്പസ് അവരുടെ. എപ്പോഴാണ് അവർ നഗ്നരാണെന്ന് കാണുന്നത്? അപ്പൊ ഇതിനു മുമ്പ് നഗ്നരല്ലായിരുന്നോ? എപ്പോഴാ? when the power of purpose was lost. പഴം തിന്നപ്പോഴല്ല, ഇതുവരെ അവർ എൻജോയ് ചെയ്ത ഹാപ്പിനെസ് പോലും അവർ ഓർത്തില്ല. The enjoyment, the pleasure, the joy that they had in this Eden garden, they never knew. കണ്ണ് തുറന്നു എന്നാ പറയുന്നത്, കണ്ണ് തുറന്നിരിക്കുക അവർക്ക്. പക്ഷെ കണ്ണ് തുറന്നു എന്ന് പറയുന്നത് അപ്പോഴാണ് അവർ പാത്തും പതുങ്ങിയും ഞങ്ങളുടെ കുറവും ഞങ്ങളുടെ കുഴപ്പമില്ലായ്മയും ഞങ്ങൾ കാണുന്നത്. നമ്മുടെ ഫാമിലി ലൈഫിൽ അത് തന്നെയല്ലേ? ദ മോമെന്റ് യു ഡൗട്ട്, ദ മോമെന്റ് യു ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് ക്രീപ്പിംഗ് ഇൻ, ദാറ്റ്സ് വെൻ യു ഫീൽ നേക്കഡ്. നേക്കഡിന്റെ വാക്കിന്റെ അർത്ഥം എന്തുവാ? ട്രാൻസ്പെറൻറ്റ്, ഓപ്പൺ ആയിരുന്നു ആ സമയം വരെ, എല്ലാം നന്നായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് കുറവുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട് എന്ന് ചിന്തിച്ച് പാത്തും പതുങ്ങി ഇരിക്കുന്ന ജീവിതമായിരുന്നു ആദമും ഹവ്വയുടെയും. They lifted up their eyes, but they fell down. ഡോക്ടർ ദേവി ഷെട്ടി എന്ന ആള് ലണ്ടനിൽ വലിയ കാർഡിയാക് സർജനായിട്ട് തിരിച്ച് വീണ്ടും അദ്ദേഹം ബംഗാളിൽ വന്നു, ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അതല്ല എൻ്റെ വിഷയം. അദ്ദേഹത്തിൻ്റെ മോന് വീരൻ ഷെട്ടിയുമായിട്ടൊരു കോൺക്ലേവ്, ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയാനുള്ള കാരണം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും നന്നായാണ് ഈ ആശുപത്രി ഉണ്ടായിരിക്കുന്നത്. ഒരു ഡോക്ടർ പോലും എൻ്റെ ഈ ആശുപത്രിയിൽ നിന്ന് പോവില്ല, കാരണം they know what the purpose is. ആൻഡ് അദ്ദേഹം പറഞ്ഞു, ഇൻഷുറൻസ് അദ്ദേഹം ഉണ്ടാക്കി, സഞ്ജീവനി എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് അദ്ദേഹം ഉണ്ടാക്കി.
അദ്ദേഹം ആശുപത്രിയുണ്ട്, പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളിനോട് ചെന്ന് പറയുകയാണ് നാളെ ഒരു ഹാർട്ട് സർജറി നടത്താൻ പോവുക എന്ന് ഞാൻ നേരെ ഡോക്ടർ നിലയിൽ പറയുകയാണെങ്കിൽ ആദ്യം ചോദിക്കും ചോദ്യമാണ്, ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും, അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്ന്. കാരണം എന്നാ? പണം. പക്ഷേ ഇൻഷുറൻസ് ഏജൻ്റായിട്ട് ഞാൻ ചെന്ന് പറയും നാളെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തണം, യാതൊരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? ദ മണി ഈസ്, ഫൈനാൻസ് ഇസ് ബീങ് മെറ്റ് ബൈ ദി ഇൻഷുറൻസ്. ആ കഥയല്ല വിഷയം. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പേർപ്പസ്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പേർപ്പസ്. ബിക്കോസ് ഇഫ് ദ പവർ ഓഫ് പേർപ്പസ് ഇസ് ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ്, all the cosmic energies will be with you. അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്. നമ്മുടെ ദൈവ ഉദ്ദേശം, നമ്മുടെ ഗോൾ ക്ലിയർ ആണെങ്കിൽ, അൾട്ടീരിയർ അജണ്ട ഇല്ലെങ്കിൽ, ദൈവരാജ്യം, യോഹന്നാന്റെ സുവിശേഷം ദൈവരാജ്യമാണ്, ആ ദൈവരാജ്യം എന്ന കണ്ടന്റ് ആണെങ്കിൽ യാതൊരു പ്രയാസമില്ല. യു റേസ് അപ്പ് യുവർ ഹെഡ്. എന്തുകൊണ്ടാണ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് കുഴപ്പം നമ്മൾ കാണുന്നത്? വേറൊരു കാഴ്ചപ്പാട് നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ കാഴ്ചപ്പാടില്ലാത്തത് നമുക്കുണ്ടാവാത്തത് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത് പോലെ, ഇഫ് ലൈറ്റ് ഗോസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഷാഡോ ഇസ് ബിഹൈൻഡ് യു. ഇഫ് ഷാഡോ ഇസ് ഫ്രണ്ട് ഓഫ് യു, ലൈറ്റ് ഇസ് ബിഹൈൻഡ് യു. ഇഫ് ലൈറ്റ് ഇസ് വിതിൻ യു, the shadow also will be within you. You are lighted to lighten. വെളിച്ചമുള്ളവരായി ജീവിക്കുക, അന്ധകാരത്തിൽ ജീവിക്കാതെ വെളിച്ചമുള്ള. ലൂക്കോസ് 11:35-36 പറയുന്നു, ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ ഇരുട്ടിൽ നിന്ന് ജീവിതം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം. ഇതാണ് സമയം, ആ സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? വാക്കുകൾക്ക് ഞാൻ വിരാമിടുക. പാപവും മുറുകെ പറ്റുന്ന ഭാരവും. എന്തുകൊണ്ടാണ് കൺവീനിയൻസും കംഫർട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്? വൈ ആർ വി സേയിങ് ദറ്റ് വി ആർ വിതിൻ കംഫർട്ട്? ഇന്ന് മൊബൈൽ ഇല്ലാത്തൊരാരെങ്കിലും ഉണ്ടോ? ഫാങ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്ക്, ആൻഡ്രോയിഡ്, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ. ഫാങ് എന്ന് പറയുന്ന വാചകം കേട്ടിട്ടുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ വേൾഡിൽ ഉപയോഗിക്കുന്ന വാചകമാണ് ഹസൽ കൾച്ചർ. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാചകമാണ് കൾച്ചർ അനസ്തീസിയ. ഈ 3 വാക്കുകൾ ഓടിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നൽകുക. എന്തുകൊണ്ടാണ് മുറുകെ പറ്റുന്ന പാപവും ഭാരവുമായിട്ട്? ആരെക്കുറിച്ചായി പറയുന്നത്? എബ്രായർ 11 വിശ്വാസ ജീവിതത്തിൽ ജീവിച്ച ആൾക്കാരുടെ പട്ടിക കാണിച്ച ശേഷമാണ് 12ാമത്തെ വാചകം തുടങ്ങുന്നത്. വിശ്വാസത്തിൽ മുറുകെ പിടിക്കുകയും മുറുകെ പറ്റുന്ന പാപവും ഭാരവും നിങ്ങൾ വിട്ട് ബേർഡൻലെസ്സായി ഈ ജീവിതത്തിൽ ഒരു ഗോൾ നിങ്ങൾ നോക്കി മുൻപോട്ട് പോകുക. അന്ധകാരത്തിൽ നടക്കാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹസൽ കൾച്ചർ? എവിടെയാ സമയം? എത്ര പേരാണ് രാവിലെ ഡിവോഷൻ എടുക്കുന്നത്? എത്ര പേരാണ് വേദോസ്തം വായിച്ചവർ അല്പനേരം വായിക്കാൻ പറ്റുന്നത്? രാവിലെ മുതൽ ഓട്ടമാണ്. റോജി അച്ഛൻ പറഞ്ഞൊരു വാചകം എന്നെ നന്നായി സങ്കടപ്പെടുത്തി. മൈഗ്രേറ്റ് ചെയ്യുന്നു വരുന്ന ആൾക്കാർ ആദ്യത്തെ 5 വർഷം, അച്ഛൻ 3 വർഷം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് അച്ഛന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരെക്കുറിച്ച് അറിയാവുന്ന അച്ഛൻ പറഞ്ഞൊരു വാചകം ഒരു ചർച്ച വന്നപ്പോഴാണ്. 5 വർഷം, ആദ്യത്തെ 5 വർഷം ജോലി ചെയ്യും ഇവിടെ ആൾക്കാർ. അവർക്ക് ജോലി മാറ്റണമെന്നുണ്ട്, പക്ഷെ ആ സമയത്ത് മാറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വീട്, ഒരു കാറ്, ആ കാറും വീടും നോക്കുമ്പോഴത്തേക്ക് അതിനുവേണ്ടി ലോൺ അടയ്ക്കലും മോർട്ട്ഗേജും എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞുങ്ങളെ വല്ലവരെ ഏൽപ്പിച്ചേച്ചാണ് ജീവിതം ഓടുന്നതും നാനീയമായിട്ടുള്ള ജീവിതമാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം. എല്ലാവരും അല്ല, ജനറലൈസ് ചെയ്യല്ല, പക്ഷെ അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, what time, quality time have we spent to impart the faith, the story of faith to these children? So how can they spread the story of faith? No doubt they are asking us, is this faith relevant to us? എന്ന് ചോദ്യം ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം മെട്രോപൊളിറ്റൻ തൻ്റെ പ്രധാന സ്പീച്ചിനകത്ത് ഉപയോഗിച്ചൊരു വാചകമാണ്, the mobile is the greatest inventor in the world. തിരുമേനിയുടെ ഇൻട്രൊഡക്ടറി സ്പീച്ചിനകത്താണ്. എന്നാൽ the greatest crime organizer എന്ന് അദ്ദേഹം പറഞ്ഞു.
ഈ മൊബൈൽ നല്ലതാണ്. സുന്ദർ പിച്ചായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളായിരുന്നു. ആൻഡ് വിച്ച് അതർ കോർപ്പറേറ്റ് സെക്ടർ പീപ്പിൾ റിയലി ലവ്ഡ് ഹിം സെയിങ് സോ, ദാറ്റ് ഐ നോ വാട്ട് ദ ഡേഞ്ചർ ഇസ്. പക്ഷേ I also know what the goodness of artificial intelligence is. When computer came, we all were disturbed. Similarly, artificial intelligence has its own goodness, but I know that people will misuse it. The evil people will misuse it. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, I do not want to have this. പക്ഷേ ഞാൻ ഇത് എടുത്തില്ലെങ്കിൽ എൻ്റെ കമ്പനി അന്ന് ചാപ്റ്റർ 11 പ്രഖ്യാപിക്കേണ്ടി വരും. I've got to answer to 30,000 employees that are with me here. Leave aside the other employees. എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം നല്ലതാണ്, ഇൻ്റലക്ട് നല്ലതാണ്, പക്ഷെ ഡു നോട്ട് ട്രൈ ടു ഡിസൈഫർ ഫെയ്ത്ത് വിത്ത് ദി ഇൻ്റലക്ട്. ബിക്കോസ് ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ് ഫെയ്ത്ത്. എങ്കിൽ വെർജീനിയ ഗവർണർ പറഞ്ഞൊരു വാചകമാണ് ഈ അടുത്തിടെ. ഹി ഫണ്ടഡ് സ്കൂൾസ് ടു ഗെറ്റ് ദ മൊബൈൽ ഓഫ് ഓൾ ദ ചിൽഡ്രൻ ബിഫോർ ദേ സ്റ്റാർട്ട് ദ സ്കൂൾ ഇൻ എ സ്റ്റീൽ ലോക്കർ. പോകുമ്പോൾ തിരിച്ച് മൊബൈൽ കൊടുക്കുക. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. വൈ? ബിക്കോസ് ദർ വാസ് എ ടൈം ദറ്റ് വി സോ ആൻഡ് വി കോൺസെൻട്രേറ്റഡ് ഓൺ വൺ തിങ്. പക്ഷെ ഇന്ന് വേറെ ഒന്നും മടക്കി കൊടുക്കാൻ, ബദൽ കൊടുക്കാൻ, ഓൾട്ടർനേറ്റ് കൊടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. ദിസ് ഈസ് വാട്ട് ലൈഫ് ഇസ്, ദിസ് ഈസ് വാട്ട് ദി ആംഗിൾ ഇസ്, ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ലേൺ എന്ന് പഠിപ്പിക്കുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്കൊന്നും സാധിക്കാത്ത ഒരു വേദന അദ്ദേഹം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, we are constantly influenced by media. Are we part of the problem? Are we part of the solution? If we are part of the problem, then better be part of the problem. But we are part of the solution. We keep on bragging of being part of the problem makes no sense. Together we have to say that we are part of the solution. Faith is in crisis. ആ ഫെയ്ത്ത് ഇൻ ക്രൈസിസിലാണ്. റേസ് യുവർ ഹെഡ്, ഉയർത്തി, തല ഉയർത്തി, ഓപ്പൺ യുവർ ഐസ് എന്ന് പറഞ്ഞു. ആരാ ഉയർത്തിയത്? അബ്രഹാം ഉയർത്തി. 12-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഗോ ടു ദി അൺസീൻ ലാൻഡ്. 18-ാമത്തെ അധ്യായം വരെ അദ്ദേഹം മടി കാണിച്ചു. റിലേറ്റീവ്സ് എല്ലാവരും കാത്തിരുന്നു. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഫ്രം 12th chapter to 18th chapter God did not speak to him. God did not speak to him. But once he decided, കണ്ണടച്ച് പോകുക. നമ്മളെല്ലാവരും കണ്ണടച്ചാ പോയിരിക്കുന്നത്. So do not value your faith with the intellect. കണ്ണടച്ചാ നമ്മൾ ഇന്നും ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. കണ്ണടച്ചെന്ന് പറയുമ്പോൾ on a faith that is based on God. A God who is still in control. നാളെ ഈ ഭൂമി നശിച്ചു പോകും എന്ന് ഫ്ലോറിഡയിൽ ഒരു ഹരിക്കേൻ വന്നാൽ നശിച്ചു പോകും എന്നല്ല. നാളെ മുസ്ലിംസ് ഈ ലോകം മൊത്തം കൈയടക്കും, ദൈവമില്ല എന്ന് നമുക്ക് പറയാൻ ധൈര്യം പറ്റത്തില്ല. ഫെയ്ത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നു പറഞ്ഞ് നോ, ഗോഡ് ഇസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. ഇവരോട് പറയാണ് റേസ് യുവർ ഹെഡ്. അബ്രഹാമിന് വേദനയില്ലായിരുന്നു? ഹാഗാറിൻ്റെ വിഷയം, കുഞ്ഞില്ലാത്തതിൻ്റെ വിഷയം, ഇതെല്ലാം ഉണ്ടായി. റേസ് യുവർ, ഓപ്പൺ യുവർ, ലിഫ്റ്റ് യുവർ ഐസ് എന്ന് പറഞ്ഞപ്പോൾ നേരെ കാണുന്നത് 3 പേര് നിൽക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ലോകത്തിൽ നമ്മൾ കണ്ണടച്ചാൽ നേരെ നിൽക്കുന്നത് കാണുമോ? ഉച്ച സമയമായിരുന്നു. ആ ഉച്ച സമയത്ത് നടന്നു വരുന്നതാണ് കാണേണ്ടത്. They should have seen 3 people coming, walking, but he's seeing 3 people. Where was that faith? അദ്ദേഹത്തിൻ്റെ വേദന സമയത്തും 12 മുതൽ 18 വരെ ഈ 3 പേര് അപ്പോഴും ഉണ്ട്. മോറിയ മലയിൽ when he was about to strike his knife on Isaac, ആട് എവിടായിരുന്നു? പെട്ടെന്ന് മാജിക്കായിട്ട് ആട് വന്നോ? ആളനക്കം ഉണ്ടായപ്പോൾ ശബ്ദം ഉണ്ടാക്കിയില്ല ഈ ആട്ടിൻകുട്ടി. ആടുണ്ട് അവിടെ, പക്ഷേ he blinded himself. നമ്മുടെ ജീവിതത്തിലും ക്രൈസിസിൻ്റെ സമയത്ത് God is still there. God is still there. If the God who is still there when Jesus was crucified on the cross, if the Father is still there, wherever the Father is when Jesus was on the cross, he is still there with us. So crisis is not an issue, it is your faith. അതാണ് ഈ ശിഷ്യന്മാരോട് പറഞ്ഞത്. Raise your head. Do not limit yourself to your narrow attitude of the self.
ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ കുർബാന, എൻ്റെ കുർബാനയ്ക്കകത്തെ വാക്കുകൾ, അതിനപ്പുറം പറ്റില്ല. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൽ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. എന്ത് പറഞ്ഞു യേശു? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായത്തിൽ എങ്ങോട്ട് വല വിരിക്കാൻ പറഞ്ഞു? എന്നെ പെട്ടെന്ന് വന്നോ മീൻ അവിടെ? The fish is already there. The question is, do you open your eyes? The question is, can you have the insight in a different fashion? ആ ഇൻസൈറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ആധാരം. 2 ചെറിയ സംഭവം പറഞ്ഞ് എൻ്റെ വാക്കിൽ ഞാൻ നിർത്തട്ടെ. The question is very clear. Let me recap. Is faith relevant? The faith relevance ഉണ്ടാവണമെങ്കിൽ do not weigh it with your intellect. Weigh it with the innocence. Weigh it with the unadulterated, unconditional life that you have lived and that you have a story. ആ സ്റ്റോറിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതാണ് റെലവൻസ്. ആ റെലവൻസിനകത്ത് യേശു പറയുന്നു, ഡു നോട്ട് ലിമിറ്റ് യുവർ സെൽഫ് വിത്ത് യുവർ ലൈഫ്. ലുക്ക് അപ്പ്, സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. വണ്ടേഴ്സ് ഹവ് ഹാപ്പൻ ഇൻ ദ വേൾഡ് വിത്ത് ദ ഫെയ്ത്ത് ദാറ്റ് ഹാസ് ബീൻ ട്രാവൽഡ് ഇൻ ദിസ് ജേർണി. അങ്ങനെയുള്ള ഫെയ്ത്തിനകത്ത് പെർസ്പെക്റ്റീവ്, ദി ഇൻസൈറ്റ് ഷുഡ് ചേഞ്ച്. 2 ചെറിയ കഥകൾ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. TN സെഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ആരായി TN സെഷൻ? ഇലക്ഷൻ കമ്മീഷൻ. അദ്ദേഹം പളനിയിൽ പൂജ ചെയ്ത ശേഷം തിരിച്ചു വരുന്ന വഴി ഭാര്യയുമുണ്ട്. വഴിയിൽ ഈ കുരുവിക്കൂടുകൾ, ഈ തൂങ്ങിയിരിക്കുന്ന കൂടുകൾ കണ്ടു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മുടെ വീടിന് 2 കൂട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു വഴിയെ കൂടെ പോകുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ നോക്കി ഡ്രൈവർ പറഞ്ഞു, മോനെ അതിൻ്റെ 2 കൂട് തരാമോ? അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, പറ്റില്ല. അപ്പോൾ ഉടനെ അദ്ദേഹം വണ്ടി നിർത്തി വെളിയിലിറങ്ങി. അദ്ദേഹം പറഞ്ഞു, 50 രൂപ തരാം. കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞു, 100 രൂപ തരാം. അപ്പോഴും പറഞ്ഞു പറ്റില്ല. അപ്പോൾ പറഞ്ഞു, ഈ അകത്തിരിക്കുന്ന ആളിനെ നിനക്കറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാണ്. അത് പറഞ്ഞ്, ആരെ വലിയ ആളാണേലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ TN സെഷൻ അദ്ദേഹത്തെ, ഈ കുഞ്ഞിനെ വിളിച്ചു. ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും പഠിപ്പുള്ള മനുഷ്യൻ, ഇത്രയും ഇൻ്റലക്റ്റുള്ള മനുഷ്യൻ, അദ്ദേഹം ഈ കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞു, മോനെ 50 രൂപ തരാം, 100 രൂപ തരാം, ഞാൻ ആരാണെന്ന് പറഞ്ഞു. അപ്പോഴും നീ നോ എന്ന് പറഞ്ഞു. എന്താണാവോ? എന്താ അങ്ങനെ? അപ്പോൾ പറഞ്ഞു, സാറേ, ഈ കൂടുകൾ കുറേ നാളായിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് പാടുപെട്ടാണ് ആ അമ്മ ഈ കൂടുണ്ടാക്കിയത്. വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് ഈ കൂടിന് തപ്പി വരുമ്പോൾ ആ കൂട് കണ്ടെത്തില്ലെങ്കിൽ എനിക്ക് മറുപടി പറയാൻ അറിയത്തില്ല. അതിനകത്ത് 3 കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും സാറേ. ആ അമ്മ തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കാണാതിരിക്കുമ്പോൾ അതെനിക്കറിയില്ല. ദാറ്റ് ഇസ് ഫെയ്ത്ത്. ദാറ്റ് ഇസ് സിമ്പിൾ ഫെയ്ത്ത്. പറ്റില്ല. ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഫെയ്ത്ത്. സൂസൻ തോമസ് IAS സിവിൽ സർവൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് ഡെപ്യൂട്ടേഷനിലെ നിഫ്റ്റിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ദ മോസ്റ്റ് ക്ലട്ടേർഡ് സിസ്റ്റം ഇൻ ലൈഫ്. ആ ക്ലട്ടേർഡ് ലൈഫിൽ പറയുന്ന ഒരു വാചകമാണ്, എൻ്റെ ജീവിതത്തിൽ ഈ ഫാഷൻ ടെക്നോളജിയിൽ 1200 കുഞ്ഞുങ്ങളെ ഒരു ലൈഫ് പഠിപ്പിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ ലൈഫ് പഠിപ്പിക്കാൻ വേണ്ടി ഐ സ്റ്റാർട്ടഡ് വിത്ത് സ്മോൾ പെബിൾസ്, സ്മോൾ തിങ്സ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ലെറ്റ് യുവർ ലൈഫ് സ്മോൾ ഫെയ്ത്ത് ബി ഇംപാർട്ടഡ് ടു പീപ്പിൾ. ലെറ്റ് യുവർ ലൈഫ് ബി ഇംപാർട്ടഡ് ടു ദ പീപ്പിൾ വിത്ത് ഹൂം യു വർക്ക്. അതാണ് ഫെയ്ത്ത്. എ ഫെയ്ത്ത് ദറ്റ് എംബ്രേസസ് പീപ്പിൾ, not cutting and dissecting through the knife intellect that we have. എന്നിട്ട് അവർ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഉറക്കമാണ്. ഷീ സ്റ്റാർട്ടഡ് വിത്ത് എ വെരി സിമ്പിൾ. കാരണം ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കാതെ വരുന്നത്. താഴത്തെ ഫ്ലോറിൽ നിന്ന് ക്ലാസ്സിലോട്ട് 18 പടിയുണ്ട്. 5 രൂപ വെച്ച് ഒരു പഴവും ഒരു മുട്ടയും.
ഒരു പാട്ടുകൊണ്ട്, ഒരു ഡാൻസ് പാട്ടുണ്ട്. ആ പാട്ടിൽ ഈ കുഞ്ഞുങ്ങൾ ഈ മുട്ടയും പാലും മേടിച്ച് ഈ 18 പടി കയറുമ്പോഴത്തേക്ക് ഈ മുട്ടയും പൊളിച്ച് പഴവും പൊളിച്ച് കഴിച്ചേച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണ്. അവിടെ ഡസ്റ്റ്ബിനുണ്ട്, അതിനകത്ത് ഇട്ടിട്ട് അവർ ക്ലാസ്സിൽ പോവും. ഉറക്കം നിന്നു. രണ്ടാമത്തെ അസംബ്ലിക്കകത്ത് മൈൻഡ്ഫുൾ ഭജൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വേ ക്വയറ്റ് മൈ മൈൻഡ് ലോഡ്, കീപ് മീ സ്റ്റിൽ ബിഫോർ യു എന്ന കോൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ഉണ്ടായി. 3 സിമ്പിൾ കാര്യങ്ങളാണ്. ഡോഗ് തെറപ്പി. ഡോഗ് തെറപ്പി എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ എല്ലാം നടക്കുന്നൊരു കാര്യമാണ്. ഡോഗ് തെറപ്പി അതായത് ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന അഡ്മിഷൻ നേടുന്ന കുഞ്ഞുങ്ങൾ, അസൈൻമെൻറ്റ്സ് എഴുതുമ്പോൾ സ്ട്രെസ് നേടുന്ന കുഞ്ഞുങ്ങൾ, എക്സാം വരുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മേടിച്ചു. വളരെ സ്റ്റഡി ചെയ്ത് നല്ലൊരു പട്ടിയെ മേടിച്ചു. ആ പട്ടിയെ തലോടാനും ആ പട്ടിയുമായിട്ടുള്ള ഒരു ചങ്ങാത്തം കൂടാനും ഈ കുട്ടികൾ പഠിച്ചു. ഓരോരുത്തർക്കും ഓരോ സമയമാണ്. അങ്ങനെ ഇവരുടെ മനസ്സിനെ കാം ചെയ്തു. അത്തരത്തിലുള്ള ഇതിലേറ്റവും രസമായിട്ടുള്ള കാര്യം, എത്ര സാരിയുണ്ട്, സ്കേർട്ടും ബ്ലൗസും ഉണ്ട് വാർഡ്രോബിൽ. നാളെ അതിൻ്റെ കഥ ഞാൻ പറയാം, വേറെ കഥ പറയാം. ഏറ്റവും കൂടുതൽ ഞാൻ ക്ലട്ടേർഡ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ അവരെ നാലാമത്തെ ഒരു സിമ്പിൾ കാര്യം, റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ, ഈ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 1200 പേരുമാണ് ഫാഷൻ ടെക്നോളജി കഴിഞ്ഞ് ലോകത്തിലേക്ക് പോകുന്നത്. അവരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അവരൊരു ലൈബ്രറി തുടങ്ങി. ആ ലൈബ്രറിക്കകത്ത് ഇവർക്ക് ആർക്കൊക്കെ സൽവാർ കുർത്ത, ഷറാറ, സാരി ഇതെല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു 2 വർഷം ഒരു സാരിയും ഒരു സ്കേർട്ടും ഒന്നും മേടിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റീയൂസും റിഡ്യൂസും റീസൈക്കിൾ ചെയ്തൊരു പരിപാടി. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ലെറ്റ് യുവർ സ്മോൾ പെബിൾസ് ക്രിയേറ്റ് റിവർബറേഷൻസ് ഇൻ ദ വാട്ടർ ഓഫ് ദിസ് വേൾഡ്, where faith is being questioned, where intellect is taking its toll. But our question is, raise up your head. മുറുകെ പറ്റുന്ന പാപവും ഭാരവും മീഡിയക്കകത്ത് നമ്മുടെ ജീവിതം, ഞാൻ പറഞ്ഞല്ലോ, ഹസൽ കൾച്ചർ, ബിസി ലൈഫ്, കൾച്ചറൽ എനസ്തീസിയ. രാത്രി മൊത്തം ഈ ടെക്നോളജിക്കകത്താണ് നമ്മൾ കഴിയുന്നത്. ഒന്നാമത് ഓഫീസിൽ ക്ഷീണിച്ച് സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്റ്റിഞ്ചി ആയിട്ട് ഇതിനകത്ത് നമ്മൾ ജീവിക്കുന്ന കമ്പ്യൂട്ടർ വേൾഡിനകത്ത് കഴിഞ്ഞ് പിന്നെയും ഇതിനകത്ത് തന്നെയാണ്. കഴിക്കുമ്പോഴാണേലും എല്ലാത്തിനകത്തും ഇതിനകത്ത് തന്നെയാണ്. ഒരു ഫാസ്റ്റിംഗ് അതിനകത്ത് നമുക്കില്ല. അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ കഴിയുമ്പോൾ വി നീഡ് ടു ഓഡിറ്റ് അവർ സെൽഫ് ഓഡിറ്റിംഗ് നമുക്ക് ആവശ്യമാണ്. Where self-auditing states that what is it? Where is your faith? Is it in the comfort zone? Is it just be a convenience for you? Or is it above convenience that you should look at the faith? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികനല്ല. പക്ഷേ God wanted to tell me and speak to you this thought. Can you analyze your faith? When the question is asked, can you give in that this is what life is? This is what faith is. But we need to raise our head. അപ്പോഴത്തേക്ക് കാത്തിരിക്കേണ്ട, ഇന്ന് ഇപ്പോൾ, begin today. Your faith is the most important, and that's nothing else, the innocent and unconditional. Lifting up your leg and leaping to the dark. ദൈവമേ, ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു വെരി മച്ച്.